എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IB വിളിക്കുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഇൻ്റലിജൻസ് ബ്യൂറോ MTS നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷ ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു അപ്ഡേറ്റ് കൂടി എത്തിക്കാമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് കേരളത്തിൽ പരീക്ഷാ സെൻറ്ററൊക്കെ വരുന്നുണ്ട്. കേരളത്തിൽ സെപ്പറേറ്റ് വാക്കൻസിയും വരുന്നുണ്ട്. അപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ജനറൽ നോട്ടിഫിക്കേഷനാണ്. മൊത്തം വാക്കൻസി ഇവിടെ കാണാം 362 വാക്കൻസിയാണ്. ഓൾ ഇന്ത്യ വാക്കൻസി. അതിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് വന്ന ഒഴിവുകൾ കാണാം. 9 വാക്കൻസി ജനറൽ കാറ്റഗറിക്കാർക്ക് വന്നിട്ടുണ്ട്. 4 വാക്കൻസി OBCക്കാർക്കും വാക്കൻസികളായിട്ട് വന്നിട്ടുണ്ട്. SC ST EWSകാർക്ക് വാക്കൻസി ഇല്ല. മൊത്തം 13 വാക്കൻസിയാണ് കേരളത്തിൽ. 362 13 വാക്കൻസി കേരളത്തിൽ മാത്രം വന്നിട്ടുണ്ട്. 18,000 രൂപ മുതൽ 56,900 വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്ന ഒരു കേന്ദ്ര സർക്കാർ ജോലിയാണ്. അതിൻ്റെ കൂടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അലവൻസുകളും വരുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് യോഗ്യതയാണ്. മറ്റ് യോഗ്യതയൊന്നും വേണ്ട. നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രം ഉണ്ടെങ്കിൽ പോലും അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് എബോവ് മിനിമം 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് പറയുന്നത്. ഇതിൽ 5 വർഷത്തെ ഇളവ് SC STക്കാർക്കും 3 വർഷത്തെ ഇളവ് OBCക്കാർക്കും കിട്ടുന്നുണ്ട്. സെലക്ഷൻ പ്രൊസീജിയറിൽ ആദ്യം എക്സാമാണ്. ഓൺലൈൻ എക്സാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 4 പാർട്ട് വരുന്നുണ്ട്. ജനറൽ അവയർനെസ് 40 മാർക്ക്, 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. ന്യൂമറിക്കൽ, അനലിറ്റിക്കൽ, ലോജിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ് 20. ഇംഗ്ലീഷ് ലാംഗ്വേജ് 20. അപ്പം അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിനാണ് പരീക്ഷ. 1/4 നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. 4 എണ്ണം റോങ് ആയിട്ട് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകും. അപ്പോൾ അറിയുന്നത് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഈ ഒരു എക്സാം കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഓൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ വരുന്നുണ്ട്. അതായത് റൈറ്റിംഗ് ടെസ്റ്റ് ആയിരിക്കും. പാരഗ്രാഫ് റൈറ്റിംഗ് ടെസ്റ്റ് 50 മാർക്കിനാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. 1 മണിക്കൂറാണ് ടൈം കിട്ടുന്നത്. എക്സാമും 1 മണിക്കൂർ, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും 1 മണിക്കൂർ സമയം കിട്ടുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ വരുന്ന പരീക്ഷാ സെൻറ്ററുകളിവിടെ കാണാം. എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിൽ നിങ്ങൾക്ക് പരീക്ഷാ സെൻറ്ററും കിട്ടുന്നുണ്ട്. അപ്പോൾ കേരളക്കാർക്ക് കേരളത്തിന് പുറത്ത് പോയിട്ടൊന്നും പരീക്ഷ എഴുതേണ്ട കാര്യം വരുന്നില്ല. കേരളത്തിനകത്ത് തന്നെ സെൻറ്ററുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയ ഡേറ്റ് 22/11 നവംബർ മാസം 22-ാം തീയതി മുതൽ ഡിസംബർ 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് SBI ചലാൻ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 16-ാം തീയതി ഡിസംബർ 16 അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കേണ്ട. 22-ാം തീയതി മുതൽ സ്റ്റാർട്ടായിട്ടുണ്ട്. 14-ാം തീയതിക്ക് മുന്നേ, ഏകദേശം ഒരു 10-ാം തീയതിക്ക് മുന്നേ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. 14-ാം തീയതിയൊക്കെ കയറി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൈറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. എക്സാമിനേഷൻ ഫീസ് വരുന്നുണ്ട്. 550 രൂപയാണ് എക്സാമിനേഷൻ ഫീസായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. ആൺകുട്ടികളിൽ ജനറൽ EWS OBCക്കാർക്ക് 650 രൂപ ഫീസ് വരുന്നുണ്ട്. ബാക്കിയുള്ളവർക്കാണ് 550. ഇവർക്ക് എക്സാമിനേഷൻ ഫീസ് 100 പിന്നെ പ്രോസസ്സിംഗ് ചാർജ് 550. അങ്ങനെ 650 രൂപ ആൺകുട്ടികളിൽ ജനറൽ EWS OBCക്കാർക്ക് വരുന്നുണ്ട്. പെൺകുട്ടികൾക്ക് 550. അതുപോലെ ആൺകുട്ടികളിൽ SC STക്കാരൊക്കെ ആണെങ്കിൽ 550 രൂപ നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചാൽ മതി. അപ്പോൾ എക്സാം കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമൊക്കെ നടത്തുന്നുണ്ട്. എന്നിട്ടാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടുക. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത്. ഇത് അപേക്ഷ അയക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക, അവിടെ കിട്ടും. അതുപോലെ തന്നെ എക്സാമിന് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്കും ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ രണ്ടും നിങ്ങൾ നോക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ പെട്ടെന്ന് അയച്ചു കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.